ഇനി മുടി കളർ കൊടുക്കാൻ വേണ്ടി ബ്യൂട്ടി പാർലറിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. പാർലറിൽ പോവാതെ തന്നെ വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് കളർ കൊടുക്കാം. അതേപോലെ തന്നെ ഇനി നരച്ച മുടി ഉള്ളവർക്കും ഈ നരച്ച മുടി ഇനി തരേണ്ടി വരും കേട്ടോ. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഞാനിതിന് മുന്നിട്ട വീഡിയോയിൽ ചില ആളുകൾക്കൊന്നും കുറച്ച് പേർക്കൊന്നും ഹെന്നയും നീലാംബരിയും കൂടി മിക്സ് ചെയ്ത് തേക്കുമ്പോൾ റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുന്നവർക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ സ്പെഷ്യലായിട്ട് ചെയ്യണത്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലൊരു പാക്കറ്റ് വാങ്ങിയാൽ മതി ഹെന്ന. ഇതിൽ ഹെന്ന പൊടി മാത്രമല്ല, ഹിബിസ്കസ് ആംല, ബ്രഹ്മി, മെത്തി എല്ലാം ഉണ്ട്. പിന്നെ ഭൃംഗരാജ് പഞ്ചാരാസിൻ്റെ നാച്ചുറൽ ഹെന്ന പൗഡറാണ്. ഇതുപോലെ നാച്ചുറൽ പ്യുവർ നാച്ചുറൽ എന്ന് പറഞ്ഞിട്ട് 100% പെർഫെക്റ്റ് എന്ന് എഴുതിയത് മാത്രം വാങ്ങിച്ചാൽ മതി. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുകയെന്ന് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ചായ ഒരു പാത്രത്തിൽ കുറച്ച് ആവശ്യത്തിനുള്ള ചായപ്പൊടി ഇട്ടിട്ടോ, കോഫി പൗഡറാണെങ്കിൽ കോഫി പൗഡർ, ചായപ്പൊടി ആണെങ്കിൽ ചായപ്പൊടി ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുക. തിളക്കാൻ കാത്തിരിക്കൊന്നും വേണ്ട പൊടിയിടാൻ. ഇത് പാന് വെള്ളം വെച്ച ഉടനെ തന്നെ നമുക്ക് ചായപ്പൊടി കുറച്ച് കടുപ്പത്തിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഇടുന്നത് അതാണ് മെയിൻ സംഭവം ഇതിൽ. അതെന്താണെന്ന് വെച്ചാൽ പട്ടയും കറാമ്പൂവും ഏലക്കായും കൂടി പൊടിച്ചതാണ്. അതാണ് നമുക്ക് ഈ തണുപ്പ് ചേരാത്തവർക്കൊക്കെ. കറാമ്പൂവ് നല്ലൊരു ഇതാണ്, കുറച്ചും കൂടി ബ്ലാക്ക് കളറായിട്ട് എടുക്കാനും എല്ലാത്തിനും ഉപകാരമുള്ളതാണ്. അതേപോലെ ഏലക്കായ നമുക്ക് തണുപ്പ് ചേരാത്തവർക്ക് ചിലർ ഹെന്ന തേച്ചാൽ ഇതുപോലെ തലവേദനയും പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു തലവേദന ഒന്നും വരില്ല. ഇത് തേച്ചിട്ട് തന്നെ ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ട് തേച്ച് കഴിയുമ്പോഴേക്കും തലവേദന വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടി ഇത് തേച്ചിട്ട് പിറ്റേ ദിവസമായിട്ടും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, തണുപ്പ് ചേരില്ല പറഞ്ഞിട്ട്. അപ്പോൾ ഏലക്കായും കറാമ്പൂവും പട്ടയും കൂടി പൊടിച്ചിട്ട് അത് മിക്സ് ചെയ്തതിട്ടാൽ വളരെ ഗുണമാണ്. തലക്ക് നല്ല രക്തയോട്ടം കൂട്ടാനൊക്കെ പട്ട യൂസ്ഫുള്ളാണ്. മൂന്നും കൂടി നമ്മൾ എന്തായാലും പൊടിച്ച് വെക്കുമല്ലോ നമ്മൾ ഈ കറികൾക്കൊക്കെ ഇടാനൊക്കെ. അപ്പോൾ അതുപോലെയുള്ള പൊടികളുണ്ടെങ്കിൽ നമ്മൾ ഇട്ടാൽ മതി. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് ചായ വെള്ളം നന്നായി ഒന്ന് വെട്ടിത്തിളച്ചാൽ മതി. പിന്നെ അത് നിർത്തി കുറച്ച് ചൂടാറിയ ശേഷമാണ് നമുക്ക് ആവശ്യമുള്ള ഹെന്ന പൗഡർ ഇതിൽ നിന്ന് എടുക്കാം. ഞങ്ങൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ആ 3 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമുള്ള ആ വെള്ളം ഞങ്ങൾ കറക്റ്റായിരുന്നു കേട്ടോ വെച്ച വെള്ളം. അതും ഇതിൽ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ ആയിരിക്കും നമ്മൾ ഈ കുറച്ച് ഒരുപാട് ഇളക്കിയില്ലെങ്കിലും കുറച്ചൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ ഇത് ഇന്ന് യൂസ് ചെയ്യണില്ല, നാളെ തേക്കാനുള്ള സംഭവമാണ് നമ്മൾ ഇന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത്. ഒരു ദിവസം ഫുള്ള് മിക്സ് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് തേച്ചാൽ മതി. അപ്പോഴാണ് കുറച്ചും കൂടി റിസൾട്ട് കിട്ടുള്ളൂ. ഞാനിത് ആങ്ങളുടെ മോൾക്കാണ്. അവൾ മുടി റെഡ് അങ്ങനെ കളറൊക്കെ കൊടുക്കൂലേ, പക്ഷെ നല്ല റെഡും അല്ല, നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഗോൾഡൻ ഇതുപോലെയാണ് തോന്നിയത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് തേച്ചിട്ട് എന്നുള്ളത്. ഇതുപോലെ ആയിരിക്കും. ഇനി ഇത് നമുക്ക് പുറത്തുതന്നെ വെക്കാം, ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. ഇത് നമുക്ക് വെച്ചിട്ട് ഇനി നാളെയാണ് ഇതെടുക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മിക്സ് ചെയ്താൽ മതി. എന്തെന്ന് വെച്ചാൽ പട്ട, കറാമ്പൂ, ഏലക്കായ് പൊടിച്ചിട്ടാൽ നമുക്ക് എന്തെങ്കിലും തണുപ്പ് ചേരാത്തവർക്കോ തലവേദന വരുന്നവർക്കൊക്കെ ഒന്നും സംഭവിക്കില്ല, അടിപൊളിയായിരിക്കും. പിന്നെ ഇത് മോൾക്ക് തലയിലൊക്കെ അവൾക്ക് തേച്ച് കൊടുത്തു. അവളുടെ പിന്നെ ഇത് തേച്ചിട്ട് പിന്നെ ഒരു മണിക്കൂറോ 2 മണിക്കൂർ നിങ്ങൾക്ക് എത്രയെന്ന് കൂടുതൽ സമയം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. എത്രയും സമയം ഇരിക്കണോ അത്രയും പെർഫെക്റ്റ് റിസൾട്ടാണ്. മോള് ഒരു 1 ഹവറാണ് ഇരുന്നുള്ളൂ. അവൾക്ക് ഇതുപോലെ തലേൻ്റെ ഈ ഫ്രണ്ടിലും ബാക്കിലും മുടിയിലൊക്കെ തേച്ച് കൊടുത്തു. എന്നിട്ട് അവൾ കുളിച്ച് വന്നപ്പോൾ ഉള്ള റിസൾട്ടാണിത്. കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇടയിലിടയിൽ ഇങ്ങനെ ഗോൾഡ് ഇതുപോലെ നല്ലൊരു ഭംഗിയുള്ള, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക്
ബ്ലാക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, അത് മാത്രം തേച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഈ നരച്ച മുടി ഇതൊക്കെ കൂടുതലുള്ളവർക്ക് ബ്ലാക്ക് ആണെങ്കിൽ ഇതുപോലെ ഇൻഡിഗോ പൗഡർ അത് അന്ന് തേക്കാൻ പാടില്ല. അത് തേച്ച പിറ്റേ ദിവസം നമ്മൾ ഇൻഡിഗോ പൗഡർ ഇതേപോലെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അതിൽ നിന്ന് മോള് തേക്കണില്ല, അപ്പോൾ അത് എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പൊട്ടിച്ചെടുത്തത്. ഞാൻ തലേ ദിവസം അത് തേച്ചു ഹെന്നാപ്പൊടി. പിറ്റേ ദിവസം ഞാനിത് എനിക്ക് മാത്രം തേക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 സ്പൂണാണ് ഞാനെടുത്തത്. 1 സ്പൂൺ എടുത്തിട്ട് ഇൻഡിഗോ പൗഡർ എടുത്തിട്ട് പിന്നെ ചുടുവെള്ളം കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു ഇളം ചൂടാക്കിയാൽ മതി, ഒരുപാട് ചൂടാക്കൊന്നും വേണ്ട. ഇളം ചൂടാക്കിയ ശേഷം ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹെന്നാപ്പൊടി മാത്രമാണെങ്കിൽ ഹെന്ന മിക്സ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ഇന്ന് മിക്സ് ചെയ്തിട്ട് നാളെയാണ് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് 2 മണിക്കൂറോ 1 മണിക്കൂറോ പിന്നെ കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ അങ്ങനെ വെക്കുക. നമ്മൾ പട്ട, കറാമ്പൂവ്, ഏലക്കായ് പൊടിച്ചിടുന്നത് കൊണ്ട് നമുക്ക് തലവേദനയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പിന്നെ പിറ്റേ ദിവസം നമ്മൾ നീലിയാമ്പരി പൊടി എടുത്തിട്ട് ആവശ്യത്തിനുള്ളത്, അത് മോൾക്ക് ആവശ്യമില്ല പറഞ്ഞു, അത് എനിക്ക് മാത്രമാണ് മിക്സ് ചെയ്തത്. എന്നിട്ട് ഇതിങ്ങനെ കലക്കി വെക്കുക. കലക്കിയിട്ട് നമ്മൾ ഒരു 1 അവർ, ഇത് ഒരുപാട് സമയം വെക്കണ്ട, പിറ്റേ ദിവസത്തിനല്ല, ഇതൊരു 2 മണിക്കൂറിനുള്ളിൽ തേക്കണം. ഇത് മിക്സ് ചെയ്ത് വെച്ച ഇതിപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ കളർ ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ നമ്മൾ തൊടുമ്പോൾ ഇങ്ങനെ ഒരു പച്ച ഇങ്ങനെ കളറായിട്ട് തോന്നുന്നുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ കളറ് വേറൊരു കളറായി മാറും കേട്ടോ, നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ വീഡിയോ കാണുന്നതിനിടയിൽ പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ അതിൻ്റെ കളറ് കണ്ടോ, നല്ല ഭംഗിയുള്ള കളറായി, ബ്ലാക്കും ഗ്രീനും കൂടിയിട്ട് മേലെ ബ്ലാക്ക് ഇങ്ങനെ വന്ന് പൊന്തി നിൽക്കണം കണ്ടോ. ഇപ്പോൾ ഞാൻ കലക്കി വെച്ചിട്ട് 1 അവർ കഴിഞ്ഞു. അതിന് ശേഷമാണ് ഞാൻ തലയിൽ തേക്കാൻ പോകുന്നത്. പിന്നെ ഇത് ഞാൻ തന്നെ തേച്ചുള്ളൂ, വേറെ എൻ്റെ മോൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഇനി ഇത് തലയിൽ തേച്ച് കൊടുക്കാം. പിന്നെ വീഡിയോ യൂസ്ഫുള്ളാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലായി ഒന്ന് വന്ന് അറിയിക്കണേ. ഇതിന് മുന്നേ ഞാനൊരു എണ്ണയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൽ കുറേ ആൾക്കാർക്ക് നല്ല കുറച്ച് അത്യാവശ്യം വ്യൂവൊക്കെ കിട്ടിയ വീഡിയോ ആണ്. ഇപ്പോൾ ഞാൻ അതൊക്കെ തേച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഞാനൊരു 1 അവർ ഇരുന്നിട്ടുള്ളൂ, കൂടുതൽ സമയമൊന്നും ഇരുന്നിട്ടില്ല. ഒരു 1 അവർ 1.5 1.5 മണിക്കൂറൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വന്നു. അതുകൊണ്ട് എൻ്റെ പറഞ്ഞത് അങ്ങനെ മറ്റേ ഇതെന്ന് വെച്ചാൽ ഒരു നാച്ചുറലായിട്ടുള്ളൊരു ഒരുപാട് ബ്ലാക്ക് ഷെയ്ഡും അല്ല, എന്നാൽ ഇത് ഗോൾഡില്ല, അങ്ങനെ കുറച്ച് മറ്റേ തേച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു, നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ബ്ലാക്കും പിന്നെ ചെറുതായിട്ട് ഇതിൻ്റെ ബ്രൗണും കൂടി ചേർന്നപ്പോൾ നല്ല ഒരു കളറായിട്ട് തോന്നി. നാച്ചുറൽ ബ്ലാക്കാണ് ഇത്, കട്ട കറുപ്പുമല്ല. ഇത് ഹെന്ന തേച്ചതുപോലെയോ അല്ലാതെ കളറടിച്ച പോലെയൊന്നും തോന്നില്ല. ഇത് കണ്ടോ, ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ ചെയ്യാം. നമുക്ക് ബ്യൂട്ടീഷ്യനിലൊക്കെ പോയിട്ട് കളർ കൊടുക്കാണ്ട് ഇത് കണ്ടോ, മോള് ഇതൊക്കെ എപ്പോഴും ഇത് ചെയ്യുന്നതാണ്. അവളുടെ മുടി കണ്ടോ, നല്ല മുടിയാണ്, ഒരുപാട് നീളം മുടിയല്ല, സ്ട്രൈറ്റ് മുടിയല്ല, ചുരുണ്ട മുടിയാണ്, പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം ഇനി ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് വിവരം അറിയിക്കണം, കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എഴുതണം നിങ്ങളുടെ ഫീഡ്ബാക്ക്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.